രാത്രി ഒരു 11-12 മണിയായിട്ടുണ്ടാവും. ചെറുതായിട്ട് മഴയും പെയ്യുന്നുണ്ടായിരുന്നു. അടുത്ത ദിവസം അവധിയായതുകൊണ്ട് പൊതുവെ ആൾക്കാർ കുറവായിരുന്നു. ഞാനാണെങ്കിൽ ഡബിൾ ഡ്യൂട്ടിയൊക്കെ ചെയ്ത് ആകെ ക്ഷീണിച്ച് ഒന്ന് ഇരിക്കാമെന്ന് പറഞ്ഞാൽ നമ്മുടെ റൂമിലോട്ട് പോകും. 10 മിനിറ്റ് ആയിട്ടുണ്ടാവില്ല, പുറത്തൊരു വലിയ ശബ്ദം. മഴയത്ത് വല്ല മരവും വീണതായിരിക്കും എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ നമ്മുടെ ജോലി ഇതല്ലേ, പോയി നോക്കിയില്ല. പോയി നോക്കുമ്പോഴാണ് കണ്ടത് അവിടെ ഒരു ചെറുപ്പക്കാരനാകെ ചോരയിലൊക്കെ കുളിച്ച്. എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഞാൻ കുറേ നേരം നിന്നു. എൻ്റെ കൈ ആലോചിക്കുമ്പോൾ എൻ്റെ കൈയും കാലം ഇപ്പോഴും വിറയ്ക്കുക. പോലീസിനെ അറിയിച്ചത് ഞാൻ ഈ വിവരം അറിയുന്നത് രാത്രി 1:30 മണിക്കാണ്. അപ്പോൾ സംഭവം കഴിഞ്ഞ് ഏകദേശം ഒരു 2-2.5 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ടാവണം. അപ്പം ആദ്യം ഉറക്കത്തിനും കൂടെ ആയിരുന്നു. എനിക്ക് ആദ്യം വിശ്വസിക്കാനേ പറ്റിയില്ല. അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ അവിടെ എത്തി. ഞാനവിടെ എത്തുമ്പോൾ പോലീസ് ഓൾറെഡി ഇവിടെ ഉണ്ടായിരുന്നു. അവിടെ അവരെ അകത്തേക്ക് കടത്തി കിട്ടില്ല. ഞാൻ ഒരുപാട് പറഞ്ഞു നോക്കി. അവസാനം അവിടെ ഉണ്ടായിരുന്ന SI യോട് ഞാൻ അവൻ്റെ ക്ലോസ് ഫ്രണ്ടാണെന്ന് പറഞ്ഞു നോക്കി. അപ്പോഴും എൻ്റെ മൊബൈൽ നമ്പർ വാങ്ങിച്ചല്ലാതെ എന്നെ അടുത്തേക്ക് കടത്തി കിട്ടില്ല. എപ്പോൾ വിളിച്ചാൽ സ്റ്റേഷനിൽ എത്തണമെന്ന് മാത്രം പറഞ്ഞു. അവനെ ഞാൻ ഇഷ്ടപ്പെടാൻ കാരണം അറിയുന്നു. പക്ഷെ ബാക്കിയുള്ളവരിൽ നിന്നും എന്തോ വ്യത്യസ്തമാക്കുന്നെന്ന് അവനിലുണ്ടായിരുന്നു. ഞങ്ങളെപ്പോഴും കാണാൻ തുടങ്ങി, സംസാരിക്കാനും തുടങ്ങി. He sort of enjoyed my company. എന്നെപ്പോഴോ ഞങ്ങൾ നന്നായിട്ട് അടുത്തു. ഞങ്ങൾ പരിചയപ്പെടുന്നത് ഏതാണ്ട് 1 വർഷം മുന്നെയാണ്. ഞാൻ അവനും സെയിം ടീമിലാണ്. ആൾ നല്ല സൈലന്റ് ആയിരുന്നു. ടീമിലുള്ള ആരായിട്ടാണ് വലിയ മിങ്കിളൊന്നുമില്ല. ഇപ്പൊ കമ്പനിയിലെ ഏതെങ്കിലും ഒരു ഫംഗ്ഷൻ ഉണ്ടെങ്കിലോ എന്തെങ്കിലും ടീം ഔട്ടിംഗ് ഗ്യാതറിംഗ് എന്തെങ്കിലും ഉണ്ടായാലും അവന് യാതൊരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. You know what I mean, right? അവൻ ഒത്തിരി റിസർവ്ഡ് ആയിരുന്നു. അവൻ്റെ വീട്ടിൽ എന്തൊക്കെ പ്രശ്നമുണ്ടെന്ന് കേട്ടിട്ടുണ്ട്, എന്താണെന്ന് അറിയത്തില്ല. ബട്ട് വന്ന് ലീവ്സ് ഒത്തിരി എടുക്കാൻ തുടങ്ങി. എൻ്റെ അടുത്തും പറയത്തില്ല, അവൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്തും പറയത്തില്ല, HR-ൻ്റെ അടുത്തും പറയാതായപ്പോൾ അത് കമ്പനിയിൽ വലിയ പ്രശ്നമാക്കി. ഞാൻ അവൻ്റെ പേഴ്സണലായിട്ട് വിളിച്ച് സംസാരിക്കാൻ നോക്കിയത് അവർക്ക് പല പ്രാവശ്യം പറഞ്ഞു കൊടുത്തിട്ടുണ്ട് പല കാര്യങ്ങളും. ബട്ട് ദെയർ വാസ് നോ ഹെൽപ്പ്. എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്തു എന്നുള്ളത് എനിക്ക് ഒരു പിടിയുമില്ല. അവൻ്റെ വീട്ടിൽ ചോദിക്കുന്നതായിരിക്കും നല്ലത്. യു ആർ വേസ്റ്റിംഗ് യുവർ ടൈം ഹിയർ വിത്ത് മീ. എന്തിനാണ് എന്റെ മോൻ ഇങ്ങനെ ചെയ്തതെന്ന് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാവുന്നില്ല. അവനിങ്ങനെ ഒരു കടം കഴിഞ്ഞപ്പോൾ അവന്റെ മനസ്സിൽ കൂടി എന്താണ് കടന്നുപോയതെന്ന് ഓർക്കുമ്പോൾ തന്നെ വേണ്ടിയിരുന്നു. ആദ്യം കുറെ നാൾ ഓക്കെ ആയിരുന്നു. പിന്നീട് അങ്ങോട്ട് പെട്ടെന്നാണ് കുറെ ദിവസത്തേക്ക് കാണാതാണ്. തിരിച്ചു വന്നിട്ട് നമ്മളെന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അപ്പ ദേഷ്യപ്പെടും. It's none of my business. ഇത് സ്ഥിരമായപ്പോൾ അതെന്നെ ഒരുപാട് വർദ്ധിക്കും. At one point of time, we almost decided to break up. His parents are divorced. അതൊക്കെ എല്ലാവർക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒന്നല്ലല്ലോ. അത് അവന് ഒരുപാട് അഫക്റ്റ് ചെയ്തിട്ടുണ്ടാവണം. അവന് അധികം ഫ്രണ്ട്സ് ഒന്നുമില്ല, അതുകൊണ്ട് അവൻ്റെ അധികാരോട് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ അവൻ ആരാ എന്താ എന്നൊന്നും അധികാർക്കും അറിയത്തില്ല. എനിക്കല്ലാതെ പിന്നെ ഇതൊക്കെ അറിയാവുന്നത് ആനാണ്. വേറൊരാളുടെ കൂടെ ആനെ പലപ്പോഴും കണ്ടിട്ടുള്ള കാര്യം അവനോട് പറഞ്ഞിട്ടുണ്ട്. ചോദിച്ചപ്പോഴേ അവൾ ഒഴിഞ്ഞു മാറിയിട്ടേ ഉള്ളൂ. അവനോട് ഒരുപാട് വിശ്വസിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ അവൾ ചീറ്റ് എന്ന് പറഞ്ഞപ്പോൾ അതവനെ ഒരുപാട് തളർത്തിക്കാണു. അവന്റെ മരണത്തിന് ഉത്തരവാദി ഞാനാണെന്നാണോ നിങ്ങൾ പറഞ്ഞു വരുന്നത്? How could you say that? എനിക്കിനി കൂടുതലൊന്നും പറയാനില്ല. അരുൺദേവനെ 1-2 തവണ ഞാൻ ഓഫീസിൽ അവിടെ കണ്ടിട്ടുണ്ട്. പിന്നെ ആൻ പറഞ്ഞിട്ടും എനിക്ക് അറിയാം. അല്ലാതെ പറഞ്ഞ ഒരു ഓഫീസിൽ അങ്ങനെ വലിയ കമ്മ്യൂണിക്കേഷൻ അങ്ങനെ ബാക്കിയുള്ളവരുടെ സംസാരിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ തമ്മിൽ അത്ര വലിയ കമ്പനി ഒന്നുമില്ല. കൂട്ടുകാരൊക്കെ വളരെ കുറവായിരുന്നു.
കൂടുതൽ സമയവും അവന് ഒറ്റയ്ക്കിരിക്കുന്നതായിരുന്നു താല്പര്യം. ചിലപ്പോൾ എന്നോട് പോലും ദിവസങ്ങളോളം സംസാരിക്കാറില്ലായിരുന്നു. ആരും ശ്രദ്ധിക്കാതെ പോയ ഈ ഫൂട്ടേജാണ് ഇങ്ങനൊരു പുനരന്വേഷണത്തിന് ഞങ്ങളെ പ്രേരിപ്പിച്ചത്. മരണത്തിന് മുമ്പ് എന്തൊക്കെയോ സൂചനകൾ നൽകുന്നതായാണ് ഈ ഫൂട്ടേജിൽ നിന്നും വ്യക്തമാകുന്നത്. കുറച്ചു കഴിഞ്ഞ് അയാൾ വിൻഡോയുടെ അടുത്തേക്ക് നടക്കുകയും കുറെ സമയം പുറത്തേക്ക് നോക്കി നിൽക്കുന്നതും കാണാം. തുടർന്ന് അയാൾ ഗ്ലാസ്സിൽ എന്തോ വരയ്ക്കുന്നു. Maybe he was trying to say something. ഈ ഫുട്ടേജ് വീണ്ടും വീണ്ടും കാണുമ്പോൾ അവന്റെ പെരുമാറ്റത്തിൽ എന്തോ അബ്നോർമാലിറ്റി ഉള്ളത് പോലെ. അവൻ ആരോടും എന്തോ പറയാൻ ശ്രമിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയത്. ഒരുപക്ഷെ അത് മനസ്സിലാക്കിയാൽ അവന്റെ മരണത്തിനുള്ള കാരണം കണ്ടുപിടിക്കാൻ പറ്റി. ഇതൊരു സാധാരണ ആത്മഹത്യയല്ല എന്നുള്ളത് ഈ ഫുട്ടേജിൽ നിന്നും വളരെ വ്യക്തമാണ്. കമ്പനിയുടെ റെപ്യൂട്ടേഷനെ ബാധിക്കുമോ എന്ന ഭയത്താലാണ് ദ മാനേജ്മെന്റ് ഇസ് നോട്ട് റെഡി ടു ആക്സെപ്റ്റ് ദിസ്. ഇനി നമ്മൾക്ക് അറിയേണ്ടത് ഈ കമ്പനിയുള്ള മറ്റാരെങ്കിലും ഇതിൽ പങ്കുണ്ടോ എന്നുള്ളതാണ്. അന്നത്തെ ദിവസം ഓഫീസിലുണ്ടായിരുന്നവരുടെ ഒരു ചെക്ക് ഇൻ ചെക്ക് ഔട്ട് ലിസ്റ്റ് ഞങ്ങൾ എടുത്തായിരുന്നു. മരണം നടന്ന ആ സമയത്ത് ആരും ഓഫീസിലില്ല. ഇൻഫാക്ട് ആ ലിസ്റ്റ് ഞങ്ങൾ പോലീസിനും ഷെയർ ചെയ്തിട്ടുണ്ട്. സംഭവം നടന്ന ദിവസം രാത്രി ഓഫീസിൽ നിന്നും അവസാനമായി ഇറങ്ങിയവരുടെ ലോഗ് പരിശോധിച്ചപ്പോൾ 2 പേരുകളാണ് നമുക്ക് ലഭിച്ചത്. അതിലൊരാൾ ആൽവിയാണ്. അതുകൊണ്ട് അല്ല, എനിക്ക് വർക്ക് കുറെ അധികം ഉണ്ടായതിന്റെ പേരിലാണ് ഞാൻ അത്ര നേരം കുറച്ചു നേരം സ്ട്രെച്ച് ചെയ്തിരിക്കേണ്ടി വന്നു എനിക്ക്. അല്ലാതെ നിങ്ങൾ എന്തും ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലായില്ല. അല്ല, നിങ്ങൾ എന്നെ നിങ്ങൾ എന്തിനാ പോയിട്ട് എനിക്ക് മനസ്സിലാവാത്തോണ്ട് ചോദിക്കാട്ടോ. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു മുൻവിധി ഉണ്ടോ? ഞാൻ ഇതില് എന്തെങ്കിലും എനിക്ക് പങ്കിട്ടത് നിങ്ങൾക്ക് വല്ല മുൻവിധിയായിട്ടാണ് നിങ്ങൾ എന്നെ ചോദിക്കുന്നത്?